ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈദ് ആശംസകൾ. ഇന്ന് നമുക്ക് ഈദ് സ്പെഷ്യലായിട്ട് ഒരു മുഗളായി മട്ടൻ കറി ഉണ്ടാക്കിയാലോ. മട്ടൻ മുഗളായി എന്ന് പറയും. ഇത് നല്ല ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും പിന്നെ അപ്പത്തിൻ്റെയോ പത്തിരിയുടെയോ പൊറോട്ടയുടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ല ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. രൂബീസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ 1 കിലോ എല്ലോട് കൂടിയ മട്ടനാണ് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇത് മല്ലിപ്പൊടിയാണ്, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട്. ഇത് മഞ്ഞൾ വളരെ കുറച്ച് 1/4 സ്പൂണേ ഉള്ളൂ. പിന്നെ നമ്മൾ കുരുമുളക് തരിതരിയായിട്ട് പൊടിച്ചെടുത്തത് ഒരു 1.5 സ്പൂണുണ്ട്. ഇത് ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്, ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 സ്പൂൺ വീതം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം അവിടെ ഇരിക്കട്ടെ. നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി പിടിപ്പിക്കണം. നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ കുക്കറിലാണ് ഈ കറി വെക്കാൻ പോകുന്നത്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ വേണം കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. ഇവിടെ സവോള ഒരു 300 ഗ്രാം സവോള എടുത്തിട്ടുണ്ട്. അത് ഒത്തിരി കനം കുറച്ചറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ ഈ സവോളയുടെ കൂടെ നമുക്ക് 1-2 സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഈ സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കോട്ടെ. നമുക്ക് ഇട്ട് കൊടുക്കാവുന്നത് കുറച്ച് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് ഒരു 10-12 എടുക്കാം. അത് 2ആയിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കാഷ്യൂനട്ട്, ഒരു പിടി കാഷ്യൂനട്ടും കൂടി എടുത്തിട്ട് ഇത് നന്നായിട്ടല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത് കോരി മാറ്റിയിട്ട് ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഇനി ഇറച്ചി വേവിക്കാൻ പോകുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അരമണിക്കൂർ മുമ്പ്. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് ഇതിനകത്തുനിന്ന് ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി മസാലകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഒന്ന് സാജീരയാണ്, പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു, സാജീര, ഒരു ബേ ലീഫ് അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് വെച്ചിരിക്കുന്ന മട്ടണില്ലേ അതിട്ട് കൊടുക്കണം. അതിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം, എന്താ പറയുക, ഒരു 1/2 ലിറ്റർ വെള്ളമൊക്കെ ചേർക്കാം. 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് കുക്കർ മൂടി വേവിക്കാം. മട്ടൻ്റെ വേവ് മട്ടൻ്റെ നമുക്കറിയാമല്ലോ, ഏതാണോ അതിൻ്റെ മൂപ്പനുസരിച്ച് വ്യത്യാസം വന്നിരിക്കും. എന്തായാലും ഇവിടെ ഒരു 3-4 വിസിൽ കേൾക്കണം. ആദ്യത്തെ വിസിൽ കേട്ടതിന് ശേഷം അതിൻ്റെ അല്പം തീ കുറച്ച് വെക്കണം. കുറച്ച് വെച്ചിട്ട് ഒരു 3 വിസിലും കൂടെ കേട്ട് ലോ ഫ്ലെയിമിൽ 3 വിസിലും കൂടെ കേട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പം ഒരുവിധമുള്ള ഇറച്ചിയൊക്കെ അന്നേരം വെന്തിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെയിറ്റിട്ട് ഇത് ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വഴറ്റി വെച്ചിരുന്നതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഒണിയനും അതുപോലെ തന്നെ പച്ചമുളകും കാഷ്യൂനട്ടൊക്കെ ചെയ്തിരുന്നില്ലേ, അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാനുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. 1/2 കപ്പ് 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. സെറ്റ്കേടായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില, ഒരു 2 പിടി മല്ലിയില കഴുകി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇനി വെള്ളമൊന്നും ചേർക്കണ്ട. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരച്ചു കൊണ്ടുവരാം. അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിപ്പോൾ ഇനി നമ്മുടെ ഇറച്ചിയുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങളൊന്ന് സബ് ചെയ്യണേ. സബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം.
നല്ലതുപോലെ അതിനകത്ത് നിന്ന് എടുത്തിട്ട് പിന്നെ ഒന്ന് കഴുകിയും കൂടെ ഒഴിച്ചെടുക്കണം. എന്നിട്ട് ഒരു ഇത്തിരി നേരം അതിൻ്റെ പച്ചമണമൊക്കെ പോകണമല്ലോ, അതിന് വേണ്ടി ഒരു 2-3 മിനിറ്റ് നേരം കറി നമുക്കൊന്ന് തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ കറിയുടെ പണി കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ മട്ടൻ കറി പലതരത്തിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ അരപ്പ് നല്ലതുപോലെ കുക്കറിൽ നിന്ന് കഴുകി ഒഴിക്കാം, അല്ല മിക്സിയിൽ നിന്ന് കഴുകി ഒഴിച്ച്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് ഒന്ന് കറി തിളച്ചോട്ടെ. അപ്പോൾ കറിയുടെ കൺസിസ്റ്റൻസിയൊക്കെ നല്ല കുറുകിയാണ് ഇതിരിക്കുന്നത്. കണ്ടോ, ഇത്രയും ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് 1-2 സാധനം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് കസൂരി മേത്തി ഇല്ലേ, കസൂരി മേത്തി ഒരല്പം എടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് 1-2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കഴിവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റായ കറിയാണ് മട്ടൺ മുഗളായ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവർ എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.